ഹലോ ഹലോ ശ്രേയ. ഹലോ. എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? എന്നെ ഇഷ്ടമില്ലാത്ത ആളെ എന്നെ വിളിക്കണ എന്തിനാ? ഇഷ്ടമല്ലെന്നാരാ പറഞ്ഞേ? പിന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ ഞാൻ വിളിച്ചിട്ടൊന്നും എന്നെ കാണാൻ വരാതിരുന്നത്. ശ്രേയ, ഞാൻ സത്യമായിട്ട് ഇന്നലെ അവിടെ വന്നിരുന്നു. തന്റെ ഫോണിൽ ട്രൈ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഓൺലൈനിലും വന്നില്ലല്ലോ, അതാ പറയാൻ പറ്റാതിരുന്നത്. ഓ, ഇതിനൊന്നും വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് കുഴപ്പം. എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരുന്ന അമ്മ എന്നെ വഴക്ക് പറയും. അതാ ഫോൺ എടുക്കാതിരുന്നത്. ഓ, എങ്കിൽ പറ, ഞാൻ ഇന്ന് അവിടെ വരണം. ഒരു 12 മണിക്ക് മുമ്പ് മറൈൻ ഡ്രൈവിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും. ഇന്ന് നമ്മൾ നേരിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്നെ വിളിക്കരുത്. ഞാനും വിളിക്കില്ല. ഏയ്, അങ്ങനെ പറയല്ലേ, ഞാൻ എത്തി. ഹലോ. ഹലോ ക്രിസ്റ്റി. എന്താടാ? നീ എന്താ ഫോണിലേക്ക് വരാത്തെ? എനിക്കിന്നൊരു മൂടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ലോഗൗട്ട് ചെയ്തു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇല്ല, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ശ്രേയെ കണ്ടു. ആരാത്? ശ്രേയ. അവളെന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാടാ. എനിക്കിപ്പോ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ പിന്നെ വിളിക്കാൻ തന്നെ. ഓക്കെ ഫൈൻ, ക്യാരി ഓൺ. നീ കുറച്ച് പെട്രോൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരൂ. ഞാൻ ആലുവയിലാണ്, ഷാമിന്റെ ഉള്ളിൽ. നീ ആ ക്രിസ്ത്യൻ വിളിച്ചേക്കാം, അവൻ വീട്ടിലുണ്ടോ? ഓ, അത് നോക്കണേ, ഞാനൊന്ന് വിളിച്ചോട്ടെ. ആ നോക്കണം. ആ രഞ്ജിത്താണ്, അവന്റെ പെട്രോൾ തീർന്നു. ഓ, അവന് തുടങ്ങി. രാവിലെ തന്നെ വേറെ പണിയൊന്നും ഇടാം. രാവിലെ ടൈംസ് 11:30. എന്റെ വണ്ടി പൊട്ടി. ഹലോ, എന്താടാ? വണ്ടിയുടെ പെട്രോൾ തീർന്നോടാ. മണ്ണാട് റോഡിലേക്ക് നീ കുറച്ച് പെട്രോൾ വാങ്ങിച്ചിട്ട് വരുമോ? എടാ, ഞാൻ അത്യാവശ്യമായിട്ട് എറണാകുളം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 12 മണിക്ക് എനിക്ക് അവിടെ എത്തണം. ഇപ്പൊ തന്നെ ലേറ്റ് ആണ്. നീ ആ വിനുവിനെ ശരത്തിനെ ആരെങ്കിലും വിളിച്ചു നോക്ക്. ബിനു അതിനെ വിളിക്കാൻ പറഞ്ഞത്. നീ വേഗം വന്നിട്ട് പോക്കോ. ഇതിനും മാത്രം എന്താ അർജന്റാണോ? എടാ, വേറൊന്നുമില്ല. ആ ശ്രേയ മറൈൻ ഡ്രൈവിൽ വെയിറ്റ് ചെയ്യാ. ഇന്നും കൂടി കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവൾ എന്നെ വിളിക്കില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ശരത്തിനെ വിളിച്ചു പറയാം. 12 മണിക്ക് അവളുടെ കല്യാണം ഒന്നുമില്ല. ഇനി കയറി കാണാത്ത അവളാണ് നിനക്ക് അല്ലെങ്കിൽ. ഹലോ ഹലോ ഹലോ. എനിക്കറിയാം 2 സെന്റ് അടിച്ച് നീ വരുമോ? പിന്നെ നീ വഴി കിടക്കണമെന്ന് എഴുതിയിട്ടാ. എന്നാ പിടി. അവളോടേക്കാ. അവള് മറൈൻ ഡ്രൈവിൽ. ഓക്കെ, നീ വിട്ടോ. ഓക്കെ എന്നാ. എന്താടാ? ഏയ്, ഒരു മെസ്സേജ് വന്നതാ.
എന്തായി? ഇനി പോയിട്ട് കാര്യങ്ങൾ. This is over. ഇനി എന്നെ വിളിക്കണ്ട, ഞാനും വിളിക്കില്ല. ഗുഡ് ബൈ. ഞാൻ ക്രിസ്റ്റി കൊടുക്കാം. ശ്രേയം. ഹലോ. ഹലോ ക്രിസ്റ്റി, ഐ എം സോറി. രഞ്ജിത്ത് അല്ല എന്നോട് പറഞ്ഞു. ഹലോ, ശ്രേയല്ലേ? ഞാൻ കാരണം ഒന്ന് ക്രിസ്റ്റിക്ക് അവിടെ വരാൻ പറ്റായിരുന്നു. അവന് നന്നായിട്ട് ഫീലായി. ഞാൻ കാരണം സീൻ ഉണ്ടായത്. അവനോട് ദേഷ്യം തോന്നരുത്. പറ്റിങ്ങ അവനെ ഇപ്പൊ തന്നെ വിളിക്കണം. സോറി എന്തായാലും. ഓക്കെ എന്നാ. അവനെന്താ പറഞ്ഞു? അവള് കോട്ടയത്താ ആന്റിയുടെ വീട്ടില്. വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് വേണ്ടേ? എനിക്കിതിപ്പൊന്നും വേണ്ട, വേറെ ബോട്ടിൽ എടുക്കാം. വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഹലോ ഹലോ, ഹലോ, ഞാൻ ശ്രേയാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കൊടുക്കാം. വേണ്ട വേണ്ട, എനിക്ക് രഞ്ജിത്തിനോട് സംസാരിക്കേണ്ടത്. പറഞ്ഞു. ഫോണിലൂടെ അല്ല, എനിക്ക് രഞ്ജിത്തിനോട് നേരിട്ടാ പറയാനുള്ളത്. എവിടെ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് രഞ്ജിത്ത് പറഞ്ഞാൽ മതി. എന്താടാ മുട്ട കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇരിക്കണ? അവള് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നതാ. ആര്? ശ്രേയേ? ആ, അവള് സീൻ കോൺട്രാന്ന് തോന്നണം. അതെന്താടാ? അവള് കോട്ടയത്തൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്നെ തനിച്ചൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു. നീ എന്താന്ന് അറിയിച്ചിട്ട് പീട്ടി കിട്ടുള്ള. ആ, ഒരു കണക്കിനാ നന്നായി. ഉള്ള 3 അഡ്ജസ്റ്റ് ചെയ്യാൻ പാടെ എനിക്കറിയാം. ഇതിനെ നീ എടുത്തോ. എനിക്കെങ്കിലും വേണ്ട, നേരിട്ട് കാണുമ്പോൾ പറയാം അവനെ ചെതലരിച്ചോളെ. ഏയ്, നീ സൗണ്ട് കേട്ടതല്ലേ? ആ, സൗണ്ട് കുഴപ്പമില്ല. പോയി നോക്കണോ? നീ ആ ഫോണിൽ തന്നെ ടുഡേ 4 PM മറൈൻ ഡ്രൈവ് അതുപോലെ. ആ, പോയി നോക്കാം. അപ്പോ വൈകിട്ടെന്താ പരിപാടി? Today at 4 PM, Marine Drive. ഹലോ ശ്രേയ. ഹലോ, എന്നെ ഇഷ്ടമില്ലാത്ത എന്നെ വിളിക്കണേ എന്തിനാ? അവന്മാരവിടെ വരും. പിന്നെ പോയി നോക്കട്ടടാ. ഇന്നലെ ഒരുത്തി വിളിച്ചിട്ട് റോങ് നമ്പറാന്ന് പറഞ്ഞു വെച്ചേ. ഞാൻ അവളെ ഒന്ന് വിളിച്ചോ. Cause we are unstoppable.